വ്യോമയാന മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി കേരള ഫ്ലൈറ്റ് അക്കാദമി കൊണ്ടോട്ടിയിൽ തുടക്കം. വ്യോമയാന മേഖലയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള പരിശീലനം നൽകുന്നതിന് പുറമെ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിൽ സാധ്യതകളും തുറന്നിടുന്നതാണ് സംരംഭം. ചലച്ചിത്ര താരം സാനിയ അയ്യപ്പനും യൂട്യൂബർ കാർത്തിക് സൂര്യയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യോമയാന മേഖലയിലേക്ക് കടന്നുവരുന്നവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നതാണ് കൊണ്ടോട്ടിയിലെ സംരംഭം. കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപത്തായാണ് കേരള ഫ്ലൈറ്റ് അക്കാദമിയുടെ ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. രാജ്യാന്തര നിലവാരത്തിലുള്ള പരിശീലനം നൽകുന്നതിന് പുറമെ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിൽ സാധ്യതകളും തുറന്നിടുന്ന രീതിയിലാണ് ഫ്ലൈറ്റ് അക്കാദമിയുടെ പ്രവർത്തനം. അക്കാദമി ഡയറക്ടറും സ്ഥാപക സിഇഒയുമായ ബഷീർ വെല്ലിപ്ര 10 വർഷം നീണ്ട വ്യോമയാന മേഖലയിലെ അനുഭവങ്ങളെക്കുറിച്ചും കേരളത്തിലെ യുവാക്കൾക്ക് ഈ മേഖലയിലെ പുതിയ അവസരങ്ങളെക്കുറിച്ചും പങ്കുവച്ചു. നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. അതിലൊരു ഡുവൽ ലൈസൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇന്റർനാഷണൽ അബ്രോഡ് ലൈസൻസ് ഉണ്ടാവും. അതുപോലെ ആ ലൈസൻസ് വിൽ ബി കൺവേർട്ടഡ് ടു ഇന്ത്യൻ DGCA ലൈസൻസ്. ഒരു 3 ഫേസ് ആയിട്ടായിരിക്കും ഈ പ്രോഗ്രാം നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ഫ്ലൈയിങ് കൾച്ചർ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആകാശമുള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിൽ. നമ്മൾ അവരുടെ ആ ഡ്രീമും യാഥാർത്ഥ്യവും യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേരള ഫ്ലൈറ്റ് അക്കാദമി എന്ന് പറയുന്ന ഇനീഷ്യേഷൻ കൊണ്ടുവരുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി ഡയമണ്ട് 42 എയർക്രാഫ്റ്റ് കാലിക്കറ്റ് വിമാനത്താവളത്തിൽ സൗജന്യമായി സർവീസ് നടത്തി. റിപ്പോർട്ടർ, മലപ്പുറം.